ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് ഈ റീസ്ട്രക്ചറിങ്ങില്? ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ റീസ്ട്രക്ചറിങ് GST കൗൺസിലിനോട് ആലോചിക്കാതെ തന്നെ, നേരത്തെ ഇത് ചർച്ചയുണ്ടായിരുന്നു, പക്ഷെ ഈ അടുത്തിടെ ഒന്നും ആലോചിക്കാതെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രസംഗ സമയത്ത് അദ്ദേഹം അത് വിളംബരം ചെയ്യുന്നു. ഇത് റീസ്ട്രക്ചർ ചെയ്യും, പാവപ്പെട്ടവർക്കും കർഷകർക്കും അനുകൂലമായ നിലയിൽ GST റീസ്ട്രക്ചറിങ് നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചത്? അതിനുശേഷം അന്ന് വലിയ ക്രിറ്റിസിസം ഉണ്ടായി. ഫെഡറൽ സംവിധാനത്തിന് ചേരാത്ത പരുവത്തില് GST കൗൺസിലിനോട് അഭിപ്രായം തേടാതെ ഓട്ടോക്രാറ്റിനെ പോലെയാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി എന്നുള്ള വിമർശനം ഉണ്ടായി. ആ വിമർശനം ശരിയാണ്. പക്ഷെ പിന്നീട് GST കൗൺസിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരൊക്കെ സമ്മതിക്കുന്നു. അങ്ങനെ അത് ഈ നവരാത്രി ദിവസം, അതായത് സെപ്റ്റംബർ 22 നവരാത്രി, അപ്പോഴും ഓർക്കുക അവിടെയും ഒരു ചെറിയ ഹിന്ദുത്വ അജണ്ടയുണ്ട്. നവരാത്രി ദിവസം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇപ്പൊ എത്ര നിരക്കുകളാ വരാൻ പോകുന്നത്? 4 നിരക്കുകളെ 2 പ്രധാന നിരക്കുകളാക്കി പോകുന്നു. അതായത് 28% 90% ഉൽപ്പന്നങ്ങളും 18% വരുന്നു. അപ്പൊ ബാക്കി 10% ഉൽപ്പന്നങ്ങളോ? ആ 10% ഉൽപ്പന്നങ്ങൾ മോളിലേക്ക് പോകുന്നു. മോളിലേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാ? സ്വർഗത്തിലേക്കാണോ? അല്ല, 40%, ആ 10% ഉൽപ്പന്നങ്ങളെ സിൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്. കൊക്കക്കോള പോലെ, അതായത് എയറേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളവ, പിന്നെ അതുപോലെ അതിനകത്ത് എന്തെങ്കിലും മദ്യം പോലെയുള്ളതോ അങ്ങനെയൊക്കെയുള്ളത് കാണും. പിന്നെ വില കൂടിയ കാറുകള്, അങ്ങനെ വലിയ ലക്ഷറി ഐറ്റംസ് ആണ്. സിൻ ഗുഡ്സും ലക്ഷറി ഐറ്റംസും ആണ് ആ 40% വരുന്ന ആ അത്. അതായത് ഒരു 10%, 28% നികുതി പട്ടികയിൽ ഉണ്ടായിരുന്ന 10% ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 40% നികുതി എന്ന ഒരു വെറൈറ്റി, ഒരു കാറ്റഗറി ഉണ്ടായിരിക്കുന്നു. പിന്നെയുള്ള 28% ബാക്കി ഉൽപ്പന്നങ്ങളെല്ലാം 18% വരും. അതായത് 10% നികുതി ഇളവ്. ഇനി 18% നികുതിയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളോ? അത് 12% അല്ല വരിക, 5% വരിക. എന്ന് വെച്ചാൽ 12% എന്ന നികുതി ഇനി ഇല്ല. 12% നികുതി കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് 5% നികുതിയിലേക്ക് വരുന്നു ആ 18% നികുതിയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാവുക? ഇതുമൂലം വലിയ വിലക്കുറവ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകും. വലിയ വിലക്കുറവ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സഹായം? ഇപ്പൊ 28% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ ആ നിലയ്ക്ക് വാങ്ങാൻ പറ്റാതിരുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഇക്കൂട്ടർക്ക് കൂടി വാങ്ങാൻ പറ്റും. അത് 18% നികുതി ശ്രേണിയിലേക്ക് വരുമ്പോൾ അപ്പൊ അതിന്റെ ഡിമാൻഡ് കൂടും. അതുപോലെ 18% നികുതിയിൽ നിന്നത് 5% നികുതിയിലേക്ക് വരുമ്പോഴേക്കും 13% നികുതി ഇളവാണ്. അതിനനുസരിച്ച് വില ഇളവ് വരണം. അങ്ങനെ വില ഇളവ് വരുമ്പോഴേക്കും ആർക്കും വാങ്ങാവുന്ന തരത്തില് അഫോർഡബിൾ ആയിട്ടുള്ള നികുതി നിരക്കിലേക്കും വിലയിലേക്കുമാണ് ആ ഉൽപ്പന്നങ്ങൾ മാറുക. അത് മാത്രവുമല്ല, ഇപ്പോ ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിലല്ലാതെ ഹോൾസെയിൽ പ്രൈസ് ഒക്കെ 1 point സംതിങ് ആയിട്ട്, അതായത് വളരെ താഴ്ന്ന ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് താണിരിക്കുന്നു ഇന്ത്യയില്. കേരളത്തിൽ ഇതൊക്കെ ഉയർന്നു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ താണിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നികുതി സഹായം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ പേർ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങും. അതായത് പിന്നെ വില കുറയുന്നു എന്ന കാരണം കൊണ്ട് കൂടുതൽ പേർ വാങ്ങും. കൂടുതൽ പേർ വാങ്ങും എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വിപണിയിൽ അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഡിമാൻഡ് വർദ്ധിച്ചാൽ ഉൽപാദനം കൂടും. ഇപ്പൊ നമുക്ക് നീതി ആയോഗിന്റെ തന്നെ ഒരു പഠനം നോക്കുക. അതനുസരിച്ച് നീതി ആയോഗിന്റെ 2024 എക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന കോവിഡ് കാലത്തോടെ 3,60,000 MSMEs, മീഡിയം സ്മോൾ മീഡിയം എന്റർപ്രൈസസ് നിന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നത് അന്ന് മുതൽ ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ വിലകൾ കുറയുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഈ അടഞ്ഞുപോയ എന്റർപ്രൈസസ് അതായത് ചെറുകിട ഇടത്തരം എന്റർപ്രൈസസ് ഒക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രസക്തി? അതുവഴിയായിട്ട് കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും. തൊഴിൽ ലഭിക്കുക എന്ന് വെച്ചാൽ
വരുമാനം ലഭിക്കുക. വരുമാനവും തൊഴിലും ഉണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ വിപണന സാധ്യത, കൂടുതൽ ഡിമാൻഡിൽ വർധനവ്. അപ്പം ഈ GST റീസ്ട്രക്ചറിങ് ഒരു രാസത്വരകമായിട്ട് നമ്മുടെ കൺസംഷൻ മേഖലയിൽ ഡിമാൻഡിനെ ത്വരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നുമാണ് ഒരു വശത്ത് ചിന്തിക്കുന്നത്. രണ്ടാമത് വേറൊരു സൈഡും കൂടി അതിനുണ്ട്. ട്രംപ് 50% നികുതി, 25% നികുതിയും 25%, അതായത് അതിന്റെ ആ 25-ന് 100% എന്ന് പറഞ്ഞാൽ വേറൊരു 25% പീനൽ റേറ്റും കൂടെ ചുമത്തി. അതായത് 50%മാണ് ഇറക്കുമതി ചുങ്കം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുന്നു ഈ ഓഗസ്റ്റ് 27 മുതൽ. അപ്പൊ അതിന് ഒരു പക്ഷെ മാറ്റം വരുമായിരിക്കും. പക്ഷെ മാറ്റം വന്നില്ലെങ്കിൽ വലിയ വില വർധനവാണ്. അതുകൊണ്ട് ആ എക്സ്പോർട്ട്സ് അസാധ്യമായി തീരും. പക്ഷെ ഈ GSTയുടെ റീസ്ട്രക്ചറിങ് മുഖാന്തരം എന്താ സംഭവിക്കുക? ഒന്നാമത്, ആദ്യം 28-ലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 18-ലോട്ട് വരുമ്പോൾ അവിടെ 10% ഇളവ് ആ എക്സ്പോർട്ടേഴ്സിന് വില, അതായത് ഗവൺമെന്റ് നികുതി വെട്ടിക്കുറച്ചത് കൊണ്ട് ട്രംപ് ഈ 50% നികുതി ഇട്ടപ്പോൾ അതിലെ 10% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അബ്സോർബ് ചെയ്യുന്നു, സ്വാംശീകരിക്കുന്നു. ആ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ 18%-ലുള്ള ഉൽപ്പന്നങ്ങൾ 5%-ലേക്ക് മാറുമ്പോൾ അവിടെ ഒരു 13% നികുതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാല് എക്സ്പോർട്ടേഴ്സിന് അത്ര കണ്ട് ഒരു ആശ്വാസം, അവർക്കൊരു സബ്സിഡി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ GSTയുടെ ഡിക്ലറേഷൻ എന്നർത്ഥം. അപ്പോ അങ്ങനെ അവരെ എക്സ്പോർട്ടേഴ്സിന് അതൊരു സഹായമാണ്. അതുപോലെ തന്നെ ട്രംപിന് അതൊരു മുന്നറിയിപ്പാണ് എന്നൊക്കെ ഇരിക്കെ ഇവിടെ നമ്മുടെ ധനമന്ത്രിയും മറ്റുള്ള ധനമന്ത്രിമാരും ആശങ്കപ്പെടുന്നത് ഈ നികുതി കുറച്ചത് കാരണം കൊണ്ട് വരുമാനം കണ്ടമാനം കുറയും, സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത് കുറയുമെന്നാണ്. പക്ഷെ അവരതിന്റെ മറു സൈഡ് ആലോചിക്കുന്നില്ല. നികുതി കുറച്ചതുകൊണ്ട് ഡിമാൻഡ് വർദ്ധിക്കുന്നു, വിൽപ്പന കൂടുന്നു. വിൽപ്പന കൂടുമ്പോൾ സാധാരണ രീതിയിൽ വരുമാനം കൂടും. അപ്പോ ഖജനാവിലേക്ക് വരേണ്ട നികുതി വരുമാനവും കൂടും. ഇനി അവിടെ സംഭവിക്കാവുന്നത് എന്താണ്? അവിടെ വ്യാപാരി വ്യവസായികൾ അവരുടെ വക്രത, അവരുടെ നികുതി വെട്ടിപ്പ് സമർത്ഥമായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് 28% ഉൽപ്പന്നങ്ങളൊക്കെ 18%-ലേക്ക് ആക്കിയെങ്കിൽ പോലും അവർ 28% നികുതിയിൽ തന്നെ വിറ്റേക്കാം. വിറ്റിട്ട് എന്ത് ചെയ്യും? ആ 10% നികുതി അവരുടെ പോക്കറ്റിൽ പോകും. അതായത് GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അവരത് GST പോർട്ടലിൽ അപ്ലോഡ്, ഞാൻ പറഞ്ഞില്ലേ ഞാന് ടാറ്റ ഷൂ കമ്പനി പോയി ചെരുപ്പ് വാങ്ങിച്ച കാര്യം, അതായത് അത് അപ്ലോഡ് ചെയ്യുന്ന ലക്ഷണം ഇല്ല, അയാളുടെ ചിരിയിൽ നിന്നറിയാം അപ്ലോഡ് ചെയ്യില്ലെന്ന് ആ രസീത്. അപ്പൊ അതുപോലെ അവരെ 28% നികുതിക്ക് തന്നെ സാധനം വിൽക്കും. വിറ്റിട്ട് അതിലെ 18% നികുതി മാത്രം ഗവൺമെന്റിലേക്ക് കൊടുക്കും. ബാക്കി 10% അവർ സ്വന്തം പോക്കറ്റിൽ വെക്കും. ഒരു പക്ഷെ ഒന്നും തന്നെ ഗവൺമെന്റിലേക്ക് കൊടുത്തില്ലെന്നും ഇരിക്കും നികുതി വെട്ടിയതിന്റെ രീതി അനുസരിച്ച്. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഡിമാൻഡ് വർദ്ധിക്കില്ല. വില കുറഞ്ഞാലേ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വില കുറയ്ക്കാതെ വ്യാപാരി വ്യവസായികൾ മുന്നോട്ട് പോയാല് ഡിമാൻഡ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയോ ഉൽപാദനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയോ പ്രസക്തമാവുകയില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് വേണ്ടത്? നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായ നിരീക്ഷണം നടത്തണം. നമ്മുടെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് കേരളത്തിലാണെങ്കിലും അതുപോലെ വളരെ ശക്തമായ നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ഈ GST കുറവ് റീസ്ട്രക്ചറിങ് വഴിയും നികുതി കുറവ് ചെയ്തതിന്റെ വഴിയുമുള്ള പ്രയോജനം സാധാരണ ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങുകയുള്ളൂ. അത് സാധാരണ ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങിയാൽ മാത്രമേ കൂടുതൽ വാങ്ങല്, കൂടുതൽ ഉൽപാദനം, കൂടുതൽ തൊഴിൽ സൃഷ്ടി ഇതൊക്കെ നടക്കുകയുള്ളൂ.